Hi, Namaste, welcome back viewers, welcome back to WinTrader. ഗ്യാപ്പ് മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഏത് പോയിന്റിൽ ചെയ്യണം, അതിനകത്ത് കറക്റ്റായിട്ട് പോയിന്റ്, അതായത് എൻട്രി പോയിന്റ് പിക്ക് ചെയ്യുന്നത് എവിടെയാണ്, അത് എങ്ങനെ എക്സിറ്റ്, ഏത് പോയിന്റിൽ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത് ഡൗട്ടാണ്. അപ്പം ഇന്നത്തെ നിഫ്റ്റി മാർക്കറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ നിഫ്റ്റിയിൽ നോക്കി കഴിഞ്ഞാൽ 17 ഒരു 100ൻ്റെ ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നമ്മൾ 196 എൻട്രി ചെയ്ത് 306 നമ്മൾ എക്സിറ്റ് ചെയ്തു. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയതെങ്കിലും മാർക്കറ്റ് നല്ലൊരു ബൈ ട്രെൻഡ് തന്നെയായിരുന്നു. അപ്പം പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മൾ പോയിന്റ് പിക്ക് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ എക്സിറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ഗ്യാപ്പ് അപ്പ് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ടാകും. ആക്ച്വലി എൻട്രി തെറ്റായ രീതിയിൽ എടുത്തിട്ട് നമ്മളൊരു കറക്റ്റായിട്ട് ഒരു ഫുൾ ലോസിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ അതിനകത്തൊരു നല്ലൊരു പ്രോഫിറ്റ് നേടാം, ഏത് മാർക്കറ്റ് കണ്ടീഷനായാലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജീസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എൻഡ് വരെ വാച്ച് ചെയ്യണം. ഇതിൽ നിങ്ങൾക്കൊരു ലൈവ് ട്രേഡ്, അതായത് ഒരു ലൈവായിട്ടുള്ളൊരു ട്രേഡ് നിങ്ങൾക്ക് കിട്ടും. അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചാൽ മതി. സീമ കൃഷ്ണ 81390399 ഇതെൻ്റെ വാട്സപ്പ് വരെ. അപ്പോൾ ഇവിടെ നോക്കി കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടാണ്. അതോടൊപ്പം നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ലൈവ് റേറ്റ് നിങ്ങൾ കാണുന്ന ഈ കോർണറിലാണ്. അതോടൊപ്പം ഇന്നലെ വന്ന ബൈയുടെ കണ്ടിന്യൂഷനാണ് പോയിരിക്കുന്നത്. ഗ്രീൻ കളർ അപ്പാരമാണ് ബൈ സിഗ്നൽ, റെഡാണ് സെൽ സിഗ്നൽ. അതോടൊപ്പം കളർ ചേഞ്ച് കാണിച്ചിരിക്കുന്നത്, അതായത് ബ്ലൂ, ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളർ, പിന്നെ ഹോളോ ക്യാൻഡിൽസ്, ഇതേപോലെ തന്നെ ഓറഞ്ച് കളർ, ഇതൊക്കെ നമുക്ക് സൈഡ് വേ ക്യാൻഡിൽസാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഗ്രീൻ കളർ അപ്പാരോ വരുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇതേപോലെ അലേർട്ട് മെസ്സേജ് ആയിട്ട് കാണിച്ചു തരും. അതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിഗ്നലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മുകളിലും താഴെയും മെൻഷൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും. പിന്നെ അത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ്, അതോടൊപ്പം സ്റ്റോപ്പ് ലോസ്, അതോടൊപ്പം കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ എൻട്രി പോയിൻറ്റും, അതായത് സിഗ്നലിൽ വന്നിരിക്കുന്ന പോയിന്റ് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ റെസിസ്റ്റൻസും സപ്പോർട്ടിൻ്റെയും ഒരു മൊമെൻറ്റും കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ ക്യാൻഡിലിൻ്റെയും മൊമെൻറ്റിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് കയറിയിട്ട് ഓപ്പൺ വരുമ്പോൾ മാർക്കറ്റ് ഒബ്വിയസ്ലി ഒരു പുൾ ബാക്ക് അടിക്കും. പുൾ ബാക്ക് അടിച്ചിട്ട് തിരിച്ച് കയറുന്ന ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അപ്പം അതിന് നമുക്ക് ആക്ച്വലി ശ്രദ്ധിക്കണം. നമ്മുടെ സോഫ്റ്റ്വെയർ ഒരു എല്ലാ സിഗ്നൽസും നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൺഫേം ആവത്തില്ല. അപ്പോൾ സിഗ്നൽസ് കൺഫർമേഷൻ ചെക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാറ്, പ്രൈസ് ആൻഡ് ബൈസ് ഉണ്ട്. ഇത് മൂന്നും നോക്കി അങ്ങനെ നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കൺഫർമേഷൻ കാണിച്ചാലും നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ കയറി എടുക്കരുത്. കാരണം അവിടുന്ന് ഒബ്വിയസ്ലി ഒന്ന് കയറിയിട്ട്, അതായത് ലോങ് ക്യാൻഡിൽ എപ്പോഴും ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്, ലോങ് ക്യാൻഡിൽ കയറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ഗ്യാപ്പ് അപ്പിലൊക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് അടിക്കും. കാരണം നമ്മൾ കയറിയിട്ട് ഒരുപാട് നമ്മൾ കയറിയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഓൾറെഡി മാർക്കറ്റ്. ആ ഒരു കേട്ടത്തിൽ തന്നെ നമുക്ക് ഓൾറെഡി നമുക്ക് വന്ന ടാർഗറ്റ് മുഴുവൻ അച്ചീവ് ആയി കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീടൊരു എൻട്രി ലെവലാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അതിനാണ് പ്രോപ്പറായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ലെവൽ പിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡൗൺ ഇഷ്യൂ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പ്രോപ്പർ ഒരു സെല്ലും നമുക്ക് കിട്ടിയിട്ടില്ല. സെല്ല് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു റിവേഴ്സലും ചാൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം പ്രോപ്പർ എൻട്രിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് കയറി ട്രേഡ് എടുത്തില്ലോ, സെല്ലിലോ ബൈയിലോ, കാരണം മേളിൽ കയറുന്ന സമയത്ത് ചിലർ അവിടുന്ന് റിസ്കി ട്രെൻഡിൽ, കാരണം അവിടുന്ന് റിവേഴ്സ് പോകുന്നു വിചാരിച്ചാൽ അവിടുന്ന് സെല്ലെടുക്കും. പക്ഷെ അതൊക്കെ റിസ്ക് ഫാക്ടറാണ്. അത് എടുക്കാം, പക്ഷെ അതൊരു സ്വയം റിസ്ക്കില്ല. പക്ഷെ അവിടുന്ന് എപ്പോഴും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് പോയിന്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ബ്രേക്ക്ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ് 17,241 ആ ഒരു റേഞ്ച് ഔട്ടിൽ പോയിട്ടുണ്ട്. അവിടെ നേരെ ഒരു ഹൈക്ക്, ലാസ്റ്റ് ക്ലോസിങ് വരെ ബൈ തന്നെയായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി അന്നേരം ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ട്രേഡേഴ്സിൽ എപ്പോഴും ഇന്ത മണിയിൽ എടുക്കുമ്പോഴത്തേക്കും ഫ്യൂച്ചർ ചാർട്ട് വെച്ചിട്ട് അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റിന് 100-200 പോയിന്റ് പിന്നിലേക്ക് അങ്ങനെയാണ് എടുക്കേണ്ടത്. അത് നമുക്ക് 100-200 എടുക്കാം, 50 എടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് അപ്രോക്സിമേറ്റ് ബ്രേക്ക്ഔട്ട് വന്ന ലെവല് 17,333 ആ ഒരു ലെവൽ ബ്രേക്ക്ഔട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എടുക്കണമെന്നുണ്ട് 350 എടുക്കാം, അപ്രോക്സിമേറ്റ് 250 എടുക്കാം, 150 100 എങ്ങനെ വേണമെങ്കിലും റേഞ്ച് ബ്രേക്ക്ഔട്ടിൽ നമ്മൾ എടുക്കുക. എങ്ങനെ ഒരു ലെവലിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ബ്രേക്ക്ഔട്ട് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 17,300 ആ ഒരു ലെവലിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്.
അപ്പം 17,100 കോൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ചാർട്ട് നോക്കിയാൽ ഗ്യാപ്പബിൾ ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഓൾറെഡി കയറിയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 186 നേരെ ഒരു അപ്രോക്സിമേറ്റ് 205 വരെ നമുക്ക് മാർക്കറ്റ് കയറിയിട്ട് ഓപ്പൺ ചെയ്ത സിഗ്നൽസ് ആണ്. അതിൽ നിന്ന് നമുക്ക് മാർക്കറ്റ് തിരിച്ച് അതേ ലെവലിൽ തന്നെ ഇറങ്ങി, അതേ ലെവലിൽ തന്നെ പിന്നെയും തിരിച്ച് വന്നിട്ടാണ് ബ്രേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് പോയിരിക്കുന്ന ലെവൽ വെച്ച് നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ് 196 ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. അവിടെ നിന്നൊരു കയറിയിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് എവിടം വരെ 306 വരെ കയറിയിട്ടുണ്ട്. 308 വരെയൊക്കെ പോയിട്ടുണ്ട്. 6 വരെയൊക്കെ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട, ഇവിടുന്ന് റിവേഴ്സ് പോയ ആ പൊസിഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അവിടെ സൈഡ് വേസും വന്നിട്ടുണ്ട്. അപ്പം 306 നമ്മൾ എക്സിറ്റ് ചെയ്താലും നല്ലൊരു നമുക്ക് പ്രോഫിറ്റ് 110 പോയിന്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ 5,500 പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്ത് ഇറങ്ങാനും പറ്റി. ഓക്കെ, സോറി. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് അപ്പിലാണെങ്കിലും ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് ട്രേഡ് എടുത്ത് നമ്മൾ വെറുതെ ലോസ് ആക്കി വെക്കുന്നതിൽ അർത്ഥമില്ല. നമ്മൾ എങ്ങോട്ടെങ്കിലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പ്രോപ്പർ ബ്രേക്കൗട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതല്ലാതെ മാർക്കറ്റ് ട്രെൻഡ് ലൈൻ വയസ്സുള്ള മൊമെൻറ്റിൽ ഒന്ന് ഡൗൺ അടിച്ചിട്ട് പിന്നെ തിരിച്ചു കയറും. അപ്പോൾ ഡൗണിലേക്കാണ് തിരിച്ചു പോകുന്നതെങ്കിൽ ഇവിടെ സൈഡ് വേസ് കാണിച്ച് പിന്നെ ബ്രേക്ക് ചെയ്യുന്ന ആ ലെവൽ, അതെങ്ങോട്ടാണ് നമുക്ക് അപ്പിലേക്കോ ചിലപ്പോൾ ഡൗണിലേക്കോ മൊമെൻറ്റ് വരും. ആ ഒരു ലെവൽ പിടിച്ചിട്ടാണ് എടുക്കേണ്ടത്. അത് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന സുഖമായിട്ടൊരു ട്രേഡ് നമുക്ക് എന്തായാലും സോഫ്റ്റ്വെയർ തന്നിരിക്കും. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായി വിളിച്ചാൽ മതി. എങ്ങനെയാണ് ഒരു ഓപ്ഷൻസ് അല്ലാതെ തന്നെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ഫോറക്സ് മാർക്കറ്റിലാണെങ്കിലും കമ്മോഡിറ്റി മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യേണ്ട വിധവും ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറഞ്ഞു തരാം, ഞാൻ ഗൈഡ് ചെയ്ത് തരാം. എന്നെ വിളിക്കുക, സീമ കൃഷ്ണ 81390399. ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.